ഇന്നത്തെ തോട്ട് പറയുന്നത് റൈറ്റ് ബ്രദേഴ്സിന്റെ സ്റ്റോറീനെ ബേസ് ചെയ്തിട്ടാണ്. ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് റൈറ്റ് ബ്രദേഴ്സ് ഡേ എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെയാണ് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം റൈറ്റ് ബ്രദേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എയ്റോപ്ലെയിൻ കണ്ടുപിടിച്ചവരെന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഇവരുടെ കഥ ആരംഭിക്കുന്നത് അല്ലെങ്കിൽ തുടങ്ങുന്നത് US-ലെ ഒഹായോ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവർ ജനിക്കുന്നത്. അതായത് റൈറ്റ് ബ്രദേഴ്സ് എന്ന് പറയുന്നത് ഓർവില്ലെ റൈറ്റും വിൽബർ റൈറ്റ് എന്ന് പറയുന്ന രണ്ട് സഹോദരങ്ങളാണ്. അപ്പം ഇവര് സാധാ കുട്ടികളെ പോലെ വളരെ സന്തോഷവന്മാരായ സാധാ നോർമൽ കുട്ടികളായിരുന്നു. പക്ഷെ അവരുടെ കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ പഠനത്തിൽ ഭയങ്കര മികച്ചവരൊന്നും ആയിരുന്നില്ല. അവര് പഠനത്തിൽ പിന്നോട്ട് നിൽക്കുന്ന കുട്ടികളായിരുന്നു. പക്ഷെ എന്നാലും അവർക്ക് വേറെ കുറെ മേഖലകളിൽ താല്പര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ യന്ത്രങ്ങളുടെ നിർമ്മാണം അല്ലെങ്കിൽ കളിപ്പാട്ടങ്ങളുടെ റിപ്പയർ, ഇതൊക്കെ അവർക്ക് താല്പര്യമുള്ള ഫീൽഡായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇവരുടെ അച്ഛൻ ഇവർക്ക് ഒരു കളിപ്പാട്ടം സമ്മാനിക്കുകയാണ്. അതായത് ഒരു ഹെലികോപ്റ്ററിന്റെ രൂപത്തിലുള്ള ഒരു കളിപ്പാട്ടം സമ്മാനിക്കുകയാണ്. അപ്പൊ ഇവർക്കത് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കി. അതുപോലെ തന്നെ അത് അവരുടെ മനസ്സിലൊരു ഇംപ്രിന്റ് ഉണ്ടാക്കി. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോഴത്തേനും ഇവര് വലുതായി. അപ്പോഴും ഇവർ പഠനത്തിൽ അത്ര തൽപരരല്ലാത്തത് കൊണ്ട് ബിസിനസ് പോലുള്ള കാര്യങ്ങളിലേക്ക് ഇവർ ഇറങ്ങുകയാണ്. പക്ഷെ പല ബിസിനസ് ചെയ്തിട്ടും അതിലൊന്നും ഇവർക്കൊരു സന്തോഷം കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ അവർ ഈ വിമാനത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗവേഷണങ്ങൾ നടത്താൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ പക്ഷെ ആ കാലത്ത് ഓൾറെഡി ഈ പറക്കലുമായി അനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവരല്ല ഈ പറക്കൽ പോലുള്ള വിഷയങ്ങളൊക്കെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷെ മറ്റുള്ളവരിൽ നിന്ന് ഇവരെ വ്യത്യസ്തരാക്കി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരതിനെയൊക്കെ കൃത്യമായി പഠനവിധേയമാക്കിയിരുന്നു. മുന്നേ നടന്ന പറക്കൽ പരാജയങ്ങളൊക്കെ ഇവര് വിശകലനം ചെയ്തിരുന്നു. അതുപോലെ തന്നെ പുസ്തകങ്ങളൊക്കെ റെഫർ ചെയ്തു. അങ്ങനെ അവർ കണ്ടെത്തുകയാണ് ചിറകുകളുടെ പ്രാധാന്യം. അതായത് വിമാനങ്ങളുടെ ഗതി നിയന്ത്രിക്കുന്നത് ചിറകുകളാണെന്ന് അവർ കണ്ടെത്തുകയും ഉറപ്പുള്ള ചിറകുകളുള്ള വിമാനങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. അങ്ങനെ പലതവണ ഇവര് പറത്തുകയും പരാജയപ്പെടുകയും വീണ്ടും പറത്തുകയും പരാജയപ്പെടുകയും ചെയ്തു. അവസാനം 1903 US-ലെ നോർത്ത് കാരോലിന എന്ന് പറയുന്ന സ്ഥലത്തുള്ള കിറ്റി ഹോക്കിൽ വെച്ച് ഇവര് ഫ്ലയർ 1 എന്ന് പറയുന്ന അവരുടെ വിമാനം പറത്തുയർത്തുകയാണ് ചെയ്തത്. അങ്ങനെ അവർ ചരിത്രത്തിന്റെ ഭാഗമാകുകയും പിന്നീടുള്ള കണ്ടുപിടുത്തങ്ങൾക്ക് അടിസ്ഥാനമായി തീരുകയും ചെയ്തു. അപ്പൊ ഇവരുടെ ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരുടെ പെർസിവറൻസ്, അവരുടെ റെസിലിയൻസ്, ക്യൂരിയോസിറ്റി, അതായത് അവർ ഈവൻ ബ്രദേഴ്സ് ആയിരുന്നെങ്കിൽ പോലും അവരുടെ ടീം വർക്ക്, അതുപോലെ അവരുടെ പാഷൻ അവർ മുറുകെ പിടിച്ചു. അതുപോലെ തന്നെ അവരുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യലിനെ അവർ തിരിച്ചറിഞ്ഞു. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് നമുക്കൊരു റോൾ മോഡലാണ്. അപ്പൊ ഇതിൽ നിന്നുള്ള ഒരു സന്ദേശം എന്ന് പറയുന്നത് നമ്മുടെ സാഹചര്യങ്ങളോ ചുറ്റുപാടുകളോ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, നമുക്കൊരു പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊരു വ്യക്തമായ തിരിച്ചറിവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് തീർച്ചയായും നമ്മളെ വിജയത്തിലേക്കും ലക്ഷ്യത്തിലേക്കും എത്തിക്കും. നല്ലൊരു ദിനം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.